ഇപ്പോൾ പോലീസ് കുമ്മിയും കൂടി ഒരു ക്ലൂവും കിട്ടാത്തോണ്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് നമ്മുടെ സെമിയും വരുന്നത്. ഇത് കണ്ടിട്ട് പോലീസ് കിമ്മും നിങ്ങൾ ഹീറോയിൻ സെമിയല്ലേ, നിങ്ങൾ ആരെ കാണാൻ വന്നയാ? അതിന് സെമിയും ഞാൻ തന്നെ, പിന്നെ ഞാൻ എന്റെ ചേട്ടന് ഫുഡ് കൊടുക്കാൻ വന്നയാ എന്നിങ്ങനെ അവളും പറയും. ഇത് കേട്ട് നമ്മുടെ പോലീസ് കിമ്മും യുവിനെ നോക്കി ഇങ്ങനെ ഷോക്കാവും. എന്നിട്ട് യു സെമിയെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയിട്ട് സെമി നിനക്ക് ഹന്യറുടെ ബോയ് ഫ്രണ്ട് ആരാന്നറിയാവോ എന്നിങ്ങനെ വയ്ക്കും. അപ്പൊ നമ്മുടെ സെമിയും യങ്ഷി ജയോട് ഷിപ്പി വെച്ച് ചോദിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സെമിയും പറയും ഇല്ല ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മിന്നി യങ്ഷിയും കൂടി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ യങ്ഷിയും മിൻ നിനക്ക് പനിയൊക്കെ മാറിയോ എന്നിങ്ങനെ അവളും ചോദിക്കും. ഇത് കേട്ട് മിന്നും അതൊക്കെ മാറി, നീ ആദ്യം വീട്ടിൽ പോ എന്നിങ്ങനെ പറഞ്ഞ് അവന് വീട്ടിനകത്ത് കയറി പോകും. എന്നിട്ട് നമ്മുടെ യങ്ഷി അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് യങ്ഷിയുടെ അനിയനും പറയുന്നത് യങ്ഷി അമ്മ നിനക്ക് വേണ്ടി സ്നാക്സ് ഒക്കെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇത് കേട്ട യങ്ഷിയും ആ സ്നാക്സ് എടുത്തിട്ട് അനിയനോട് പറയും നമ്മുടെ മിന്നിന്റെ വീട്ടിൽ കൊടുത്തിട്ട് വരാൻ. എന്നിട്ട് അവളും ഇത് യങ്ഷി കൊടുത്താന്ന് പറയാൻ പറയും. യങ്ഷിയുടെ അനിയനും സ്നാക്സ് കൊണ്ടുപോയി മിന്നിന് കൊടുത്തിട്ട് യങ്ഷി കൊടുത്തതെന്ന് പറയും. പക്ഷെ മിന്ന അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനകത്തോട്ട് കയറി പോകും. എന്നിട്ട് യങ്ഷിയുടെ അനിയൻ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് യങ്ഷിയും എടാ നീ സ്നാക്സ് കൊടുത്തോ, മിൻ വല്ലതും പറഞ്ഞോ എന്നിങ്ങനെ അവളും ചോദിക്കും. ഇത് കേട്ട് അവനും ഒന്നും പറഞ്ഞാലും അങ്ങ് പോയിരിക്കും. അപ്പൊ നമ്മുടെ യങ്ഷി ആലോചിച്ചിട്ട് എടാ നീ സ്നാക്സ് കൊടുത്ത് പാത്രം മേടിച്ചോണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞ അനിയനെ ചവിട്ടി അവളിങ്ങനെ പാത്രം മേടിച്ചോണ്ട് വരാൻ പറയും. അപ്പൊ അവനും നിനക്ക് പാത്രമാണെങ്കിൽ നീ തന്നെ പോയി അടിച്ചോ എന്നിങ്ങനെ അവനും പറയും. ഇത് കേട്ട് യങ്ഷിയും എന്നാ പിന്നെ എനിക്ക് വേറൊരു വഴിയില്ല, ഞാൻ തന്നെ പോകണം എന്നിങ്ങനെ മിന്നിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി അവളിങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ മിന്നിന്റെ വീട്ടിൽ നിന്ന് മിന്നിനോട് പാത്രം ചോദിക്കും. അപ്പോഴാണ് മിന്നും നീ പുറത്തേക്ക് ഞാൻ പോയി പാത്രം എടുത്തോണ്ട് വരാം എന്നിങ്ങനെ യങ്ഷി അകത്ത് കയറ്റാതെ അവന് പുറത്ത് വെച്ച് അങ്ങ് പൂട്ടും. ഇത് കണ്ടിട്ട് യങ്ഷിയും എന്നെ നീ പുറത്ത് വെച്ച് പൂട്ടുന്നോ, എനിക്ക് നിന്റെ പാസ്വേഡ് അറിയാലോ എന്നിങ്ങനെ പറഞ്ഞ് അവന്റെ പാസ്വേഡ് ഇട്ട് അവളിങ്ങനെ വീട്ടിനകത്തേക്ക് കയറി പോകും. യങ്ഷിയെ കണ്ടിട്ട് മിന്നും നീ എങ്ങനെ അകത്ത് കയറിയ? അതിന് യങ്ഷിയും എന്റെ പാസ്വേഡ് ഞാൻ എപ്പോഴും മറന്നുപോകും, പക്ഷെ നിന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയതേ ഇല്ലല്ലോ. ഇത് കേട്ട് മിന്നും പാത്രം കൊടുത്തിട്ട് എന്നാ ശരി നിനക്ക് പാത്രം കിട്ടിയില്ലേ നീ ഇവിടുന്ന് പോ. ഇത് കേട്ട് യങ്ഷിയെ വിഷമിച്ചോണ്ട് അവിടുന്ന് പോകും. എന്നിട്ട് അവളിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാനെന്ത് മിന്നിനെ വളയ്ക്കാൻ നോക്കുവാണോ, യങ്ഷി നീ വലിയൊരു ഹീറോയിനാ, നിനക്ക് പ്രാന്ത് പിടിച്ചോ എന്നിങ്ങനെ അവളും പറഞ്ഞോണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ യങ്ഷിയുടെ അനിയനും കണ്ടിട്ട് ഇവൾക്ക് മെന്റലായെന്ന് തോന്നുന്നു എന്നിങ്ങനെ അവനും വിചാരിക്കും. അത് കഴിഞ്ഞ് ലീയും ജയെ കാണാൻ വരുമ്പോഴാണ് അവനിങ്ങനെ കുളിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ലീ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ജയുടെ ഫോൺ റിംഗ് ആവുന്നത്. ലീ ആ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമ്പോ ഫോണിൽ ഒരു പെണ്ണ് ജെ എനിക്ക് പ്രാന്തൊന്നുമില്ല, നീ എന്തിനാ ഇങ്ങനെ എന്നെ പൂട്ടി വെച്ചേക്കുന്നത്, എന്നെ നീ ഇവിടുന്ന് പുറത്തു വിട് എന്നിങ്ങനെ പറയും. അതേസമയം തന്നെ നമ്മുടെ ജയ് ലീഡായിരുന്നു ഫോൺ മേടിച്ചിട്ട് നിന്റെ അടുത്ത് ആരാ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞ? അതിന് ലീയും സോറി, പിന്നെ ആ ഫോണിൽ ആരാ, ആ പെണ്ണിന് വട്ടലെന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാൻ പറഞ്ഞല്ലോ. ഇത് കേട്ട് ജയും അങ്ങനെ എനിക്ക് പല കോളുകളും വരും, അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അതൊക്കെ കട്ട് ചെയ്ത് കളയണം എന്നിങ്ങനെ പറയും. ഇത് കേട്ട് നമ്മുടെ ലീയും സംശയിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. കാരണം നമ്മുടെ ജെ ആ നമ്പർ കെ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കാണും. ഇപ്പൊ ജെയും ഇങ്ങനെ റോങ് നമ്പറാന്ന് പറയുന്നത് കേട്ടിട്ട് അവന് സംശയിക്കും. ഇതേ സമയം നമ്മുടെ മിന്നി യുവിനെ വിളിച്ചിട്ട് അവനിങ്ങനെ പെൻഡ്രൈവ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ യുവിനെ വിളിക്കും. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ജെയുടെ അസിസ്റ്റന്റും അവരുടെ കോൾ ഹാക്ക് ചെയ്ത് അവനിങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് മിന്നി യുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് യങ്ഷി മിന്നിനെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇത് കണ്ടിട്ട് അവന് യങ്ഷിയെ കണ്ടിട്ട് നിനക്കിപ്പോ എന്തോ വേണ്ട എന്നിങ്ങനെ അവനും ചോദിക്കും. അപ്പൊ യങ്ഷിയും നീ എന്നെ എന്തോ ചെയ്ത, ഞാൻ നിന്നെ 15 സെക്കൻഡിനുള്ളിൽ വളയ്ക്കാൻ നോക്കിയതാ, എന്നാൽ അതിനുശേഷം ഞാൻ നിന്നെ കുറിച്ച് തന്നെ വിചാരിച്ചോണ്ടിരിക്കുക, നിന്നെക്കാളും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ലിയോടാ കുറെ താങ്ക്സ് പറയാനുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് നിന്നെ കുറിച്ച് മാത്രമേ വിചാരിക്കാൻ തോന്നുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും എന്റെ ചെരുപ്പ്, എന്റെ മുടി, എന്റെ മേക്കപ്പ് ഒക്കെ ഞാൻ നോക്കത്തോളൂ. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും നിന്നെ മാത്രമേ വിചാരിച്ചോണ്ടിരിക്കുന്ന, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ യങ്ഷിയും ചോദിക്കും. ഇത് കേട്ട് മിന്നും ഇങ്ങനെ ഒന്നും പറയാൻ നിൽക്കും. അത് കഴിഞ്ഞ് യങ്ഷി അന്ന് രാത്രി ഫുള്ള് ഉറങ്ങാതെ അവളും ഇങ്ങനെ നമ്മുടെ മിന്നിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കും. അടുത്ത ദിവസം യു നമ്മുടെ മിന്നിനെ കാണാൻ വരുമ്പോഴാണ് അവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അവന്റെ തലയ്ക്ക് ആരോ അടിക്കുന്നത്. എന്നിട്ട് ആരാ അടിച്ചെന്നുള്ള എവിഡൻസിന് വേണ്ടി നമ്മുടെ മിന്നിന്റെ പേനെ അവിടെ ഇട്ടിട്ട് പോകും. ഇതേ സമയം മിന്നു ഇങ്ങനെ കോഫി ഷോപ്പിൽ യുവിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനിങ്ങനെ ആംബുലൻസും പോലീസും ഒക്കെ വരുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട് അവനും ഇങ്ങനെ സംശയിച്ചു പോയി പാർക്കിങ്ങിൽ നോക്കുമ്പോഴാണ് നമ്മുടെ യുവിനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ മിന്നിന്റെ നേർക്ക് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് അടിക്കുന്നത്. അവനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ കാറിന്റെ അകത്ത് ജെ. എന്നിട്ട് ജെ ആണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കി നമ്മുടെ ജെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മിന്നു അവനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ യാങ്ഷി മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്തിട്ടും അവൻ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ, ഇനി ഞാൻ മിന്നിനോട് സംസാരിക്കാൻ പോലും പോകുന്നില്ല എന്നിങ്ങനെ അവളും പറഞ്ഞിട്ട് എന്റെ ഹെയർ ബാൻഡ് എവിടെ പോയി, എനിക്ക് ആ ഹെയർ ബാൻഡ് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ചിലപ്പോൾ മിന്നിന്റെ വീട്ടിൽ കളഞ്ഞിട്ട് വന്നാണ് എന്നിങ്ങനെ അവള് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി നമ്മുടെ മിന്നിനെ കാണാൻ വേണ്ടി മിന്നിന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവളും ഇങ്ങനെ മിന്നിനെ കാണാത്തോണ്ട് മിന്നിന്റെ ബുക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇനി അവൻ ഡേറ്റിങ്ങിന് വല്ലതും പോയോ എന്നിങ്ങനെ അവളും മിന്നെ അവിടെ പോയെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ജെയും കാർ നിർത്തിയിട്ട്
നമ്മുടെ മിന്നിനോട് സംസാരിക്കും. അപ്പോഴാണ് മിന്നിൻ ചോദിക്കുന്നത്, നീയാണോ യുവിനെ അടിച്ചത്? അതിന് ജയും, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, നീ പോലീസിന്റെ അടുത്ത് പോയില്ലെങ്കിൽ നിന്നെയും യങ്ഷിയും ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷെ നീ എനിക്ക് ദ്രോഹം ചെയ്ത്. ഇത് കേട്ട് മിന്നു ആ പെൻഡ്രൈവ് എടുത്ത് കാണിച്ചിട്ട്, നിനക്ക് ഈ പെൻഡ്രൈവ് അല്ല വേണ്ട, നീ യങ്ഷിയെ വിട്ടേക്ക് എന്നിങ്ങനെ അവനും പറയും. അപ്പൊ ജയ് ഒരു തോക്കെടുത്തിട്ട്, ഇതിനകത്ത് ഫുള്ള് പോയിസണാ, ഞാൻ സാധാരണ എന്റെ കൈ കൊണ്ട് ആരെയും കൊല്ലാറില്ല, പക്ഷെ നീ എന്നെ കുറെ ദേഷ്യം കെറ്റി, അതുകൊണ്ട് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ച്. നീ ഇവിടെ മരിക്കുമ്പോൾ തന്നെ നീ മരിച്ചതിന്റെ ഉള്ള കാരണം നിന്റെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ എന്റെ അസിസ്റ്റന്റ് എഴുതിക്കൊണ്ടിരിക്കും, ഹന്യൂറെ കൊന്നിട്ട് പിന്നെ യുവിനെയും കൊല്ലാൻ നോക്കി, അതുകൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റാതെ നീ സൂസൈഡ് ചെയ്തെന്ന് എല്ലാവരും അറിയും. പിന്നെ നീ യങ്ഷിയെ കുറിച്ച് വിഷമിക്കണ്ട, നീ മരിച്ചതിന് ശേഷം യങ്ഷി നിന്റെ പുറകെ തന്നെ വരും എന്നിങ്ങനെ അവനും പറയും. ഇതേ സമയം യങ്ഷിയും മിന്നിങ്ങനെ ബുക്ക് വെച്ചേക്കുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് അതേ സ്ഥലത്ത് ജയയുടെ അസിസ്റ്റന്റും അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. അവനും ഇങ്ങനെ യങ്ഷിയെ കണ്ടിട്ട് യങ്ഷിയെ കൊല്ലാൻ വേണ്ടി റെഡിയാകും. ഇതേ സമയം ജയും മിന്നിനെ നോക്കി അങ്ങ് ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് മിൻ പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞു പോകുന്നത്. ഇത് കണ്ടിട്ട് ജയ് ഇങ്ങനെ ഷോക്കായി നിൽക്കുമ്പോഴാണ് മിൻ പെട്ടെന്ന് അവന്റെ പുറകെ വന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ലെന്ന്. ഇതുകൂടി കണ്ടോടൻ അവൻ പിന്നെയും ഷോക്കാകും. എന്നിട്ട് ജയ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നെയും മിൻ മറഞ്ഞു പോകുന്നത്. എന്നിട്ട് പിന്നെയും ജയയുടെ മുമ്പിൽ വന്നിട്ട്, നീ എല്ലാം നിർത്തുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ ജയെ നോക്കി നടന്നു വരും. അപ്പൊ നമ്മുടെ ജയ പിന്നെയും അവനെ ഷൂട്ട് ചെയ്യും. അപ്പോഴും നമ്മുടെ മിന്നി ഇങ്ങനെ മറഞ്ഞു വന്നിട്ട് നമ്മുടെ ജയും പുറത്തു വരാൻ പറഞ്ഞ് അവൻ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കും. അപ്പൊ മിന്നും പെട്ടെന്ന് വന്ന് അവന്റെ തലയിലടിച്ച് അവനെ മയക്കത്തിലാക്കും. ഇതേ സമയം ജയയുടെ അസിസ്റ്റന്റും ഇങ്ങനെ യങ്ഷിയെ കൊല്ലാൻ നോക്കുമ്പോഴാണ് യങ്ഷിക്ക് പെട്ടെന്ന് അവളുടെ അനിയെ ഫോൺ ചെയ്യുന്നത്. ഇവള് അവിടുന്ന് സംസാരിച്ചുകൊണ്ട് ഇറങ്ങുന്ന കണ്ടിട്ട് നമ്മുടെ ജയയുടെ അസിസ്റ്റന്റ് ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് യങ്ഷി ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പേടിച്ച് അങ്ങനെ കഥ ഉടച്ചിട്ട് അനിയനെ വിളിച്ചിട്ട് പറയും, മിന്നിന്റെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട്, നീ പെട്ടെന്ന് സെക്യൂരിറ്റി വിളി എന്നിങ്ങനെ അവളും പറയും. അപ്പോഴാണ് അനിയൻ ചോദിക്കുന്നത്, നീ അവന്റെ വീട്ടിലും പോയോ? അപ്പൊ യങ്ഷിയും മിന്നിന്റെ വീട്ടിൽ ഇരിക്കുമ്പോ അവൾ ഇങ്ങനെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഗ്ലാസ്സിൽ നമ്മുടെ ജയയുടെ അസിസ്റ്റന്റിനെ അവൾ കാണുന്നത്. അവൾ അവനെ കണ്ടോടൻ പെട്ടെന്ന് നമ്മുടെ അനിയൻ ഫോൺ ചെയ്യുന്ന പോലെ ആക്ടിങ് ചെയ്ത് അവിടുന്ന് എസ്കേപ്പ് ആയി കാണും. എന്നിട്ട് നമ്മുടെ യങ്ഷി ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട് യങ്ഷിയുടെ അനിയനും ഫോണിൽ കൂടെ സെക്യൂരിറ്റിയെ വിളിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് സെക്യൂരിറ്റി വന്ന് ഇങ്ങനെ കഥ വെട്ടുമ്പോഴാണ് യങ്ഷിയുടെ അനിയനും കഥ തുറക്കാൻ പോകുന്നത്. അപ്പൊ യങ്ഷി ഇങ്ങനെ പെട്ടെന്ന് അവന്റെ വോയിസ് കേട്ടിട്ട്, ഇതേ വോയിസ് ആണല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും കേട്ടത് എന്നിങ്ങനെ അവളും ആലോചിച്ചിട്ട് അനിയനെ കഥ തുറക്കണ്ടെന്ന് പറയും. എന്നിട്ട് അനിയനും ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസിൽ നിന്നല്ലേ? പക്ഷെ അതിന് ആരും ഉത്തരം തരത്തില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംശയിച്ചിട്ട് പിന്നെയും സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഇതുവരെ അവിടെ എത്തിയില്ലെന്ന് പറയുന്നത്. ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ യങ്ഷിയും പെട്ടെന്ന് മിന്നിനെ വിളിക്കും. അപ്പോഴാണ് മിന്നു ഇങ്ങനെ ജയ വെടിച്ചതി ഒരു പോയിസൺ ബുള്ളറ്റ് അവന്റെ നെഞ്ചത്ത് കയറി അവനിങ്ങനെ കാറിയിരിക്കും. അപ്പൊ നമ്മുടെ യങ്ഷിയും ഫോൺ ചെയ്തിട്ട്, മിൻ നിന്റെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ടായിരുന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ എല്ലാം ഓക്കെ അല്ലേ എന്നിങ്ങനെ അവളും ചോദിക്കും. ഇവളിങ്ങനെ പറഞ്ഞ കേട്ട ഉടൻ തന്നെ നമ്മുടെ മിന്നു അവിടുന്ന് മറഞ്ഞു പോകും. എന്നിട്ട് പിന്നെ യങ്ഷിയുടെ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുമ്പോഴാണ് നമ്മുടെ യങ്ഷി അനിയനും കൂടി പിന്നെയും പോയി ചോദിക്കുന്നത്, സെക്യൂരിറ്റി ആണോ? അപ്പൊ അയാളും ഞാനാ മിൻ എന്നിങ്ങനെ പറയും. മിന്നിന്റെ പേര് കേട്ടോടൻ നമ്മുടെ യങ്ഷി ഇങ്ങനെ കഥ തുറക്കും. എന്നിട്ട് മിന്നെ കണ്ട് യങ്ഷിയും, ഞാനിപ്പോ നിന്നെ വിളിച്ചല്ലേ ഉള്ളു, അതിനുമ്പ് നീ എങ്ങനെ ഇവിടെ എത്തിയ? അതിന് മിന്നും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് യങ്ഷി അവൾക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴാണ് നമ്മുടെ മിൻ പെട്ടെന്ന് അവിടെ മയങ്ങി വീഴുന്നത്. എന്നിട്ട് അനിയനും യങ്ഷിയും കൂടി ചേർന്ന് അവരുടെ വീട്ടിൽ തന്നെ നമ്മുടെ മിന്നിനെ കിടത്തും. എന്നിട്ട് യങ്ഷി മിന്നിനെ തൊട്ട് നോക്കുമ്പോഴാണ് അവന്റെ ബോഡി ഫുൾ ഇങ്ങനെ തണുക്കുന്നത്. എന്നിട്ട് യങ്ഷിയും പറയും, ഇവന് ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ലേ, ഡോക്ടേഴ്സ് എല്ലാരെക്കാളും ഇവനാ കൂടുതൽ അറിയാന്ന് അവൻ പറയുന്നത്. എന്നിട്ട് അവന്റെ ബോഡി കണ്ടില്ലേ, അവൻ പെട്ടെന്ന് മയങ്ങി വീഴുകയും ചെയ്യും, അവന് പെട്ടെന്ന് പനി പിടിക്കുകയും ചെയ്യും എന്നിങ്ങനെ യങ്ഷിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ യുയുടെ അമ്മയും സെമിയും യു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അവരിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ യുയുടെ അമ്മയും പറയും, എന്റെ മകൻ മരിച്ചാ ഞാൻ അപ്പൊ തന്നെ മരിച്ചു പോകും. ഇത് കേട്ട് സെമിയും, അമ്മ എന്തോ പറയുന്ന, അമ്മയ്ക്ക് ഞാനില്ലേ, ചേട്ടനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അവളിങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ലിയോ അവന്റെ ഫാമിലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജയെ കാണാത്തത്. ഇത് കണ്ടിട്ട് അവന്റെ അച്ഛനും ചോദിക്കും, ജയ ഇതുവരെ വന്നില്ലേ? ഇത് കേട്ട് ലിയുടെ അമ്മയും, ജയക്ക് എന്തോ പണിയുണ്ടെന്ന്, അവൻ ഇപ്പൊ തന്നെ വരും എന്നിങ്ങനെ പറയും. അപ്പോഴാണ് നമ്മുടെ ലിയും അവന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത്, ജയയുടെ ആദ്യത്തെ വൈഫിനെ നിങ്ങൾ ആരെങ്കിലും പിന്നെ കണ്ടായിരുന്നോ? ഇത് കേട്ട് അവരും ചോദിക്കും, അവൾ ഇംഗ്ലണ്ടിൽ പോയെന്നല്ലേ എല്ലാവരോടും പറഞ്ഞ്. ഇത് കേട്ട് ലിയും, ഞാൻ ഇംഗ്ലണ്ടിൽ പോയിരുന്നപ്പോ ഞാൻ അവരെ കുറെ വട്ടം വിളിച്ചായിരുന്നു, പക്ഷെ അവര് ഫോൺ എടുത്തില്ല. ഇനിയിപ്പോ അവര് ഇംഗ്ലണ്ടിൽ പോയില്ലെങ്കിലോ എന്നിങ്ങനെ ലിയും ചോദിക്കും. അതിന് അവന്റെ അച്ഛനും, അവളിപ്പോ എവിടെ പോയാൽ നിനക്കെന്തുവാ, അവൾ ഇനി മുതൽ നമ്മുടെ ഫാമിലി അല്ല. അതേസമയം തന്നെ നമ്മുടെ ജയ ഇങ്ങനെ വീട്ടിനകത്ത് കയറി വരും. എന്നിട്ട് അവനിങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴാണ് ജയയുടെ അമ്മയും ചോദിക്കുന്നത്, നിന്റെ മുഖത്ത് എന്തുവാ പാട്? ഇത് കേട്ട് ജയും പറയും, ഞാൻ ഫുട്ബോൾ കളിച്ചായിരുന്നു അതിന്റെ പാടാ. എന്നിട്ട് ജയും ചോദിക്കും, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് സംസാരിച്ചായിരുന്നോ? അതിന് ജയയുടെ അച്ഛനും പറയും, ഞങ്ങൾ ആരെയും കുറിച്ച് സംസാരിച്ചില്ല, നീ കഴിക്ക്. ഇത് കേട്ട് ലിയും ചോദിക്കും, നീ നിന്റെ ഫസ്റ്റ് വൈഫിനെ കോൾ ചെയ്യാറുണ്ടോ? അതിന് ജയും, ഞാൻ എന്തിനാ അവളെ ഫോൺ ചെയ്യുന്നത്, അവളിപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരുത്തിയല്ല എന്നിങ്ങനെ പറയും. അപ്പോഴാണ് ലിയും, അന്ന് ഞാൻ ഫോൺ എടുത്തപ്പോ അതി സംസാരിച്ചത് നിന്റെ ഫസ്റ്റ് വൈഫാണോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ലിയുടെ അച്ഛനും ലിയോയുടെ ദേഷ്യത്തെ, നീ മിണ്ടാതിരി, അവളെ കുറിച്ച് എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയും. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ജയും ലീഗ് എന്തോ സംശയം തോന്നിയെന്ന് വെച്ച് അവനിങ്ങനെ ദേഷ്യത്തിയിരിക്കും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നെക്കി ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.